സൗദിയിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴോ നമുക്ക് തുണയാകുന്നത് സൗദി തൊഴിൽ നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. പ്രവാസികൾ ഏറ്റവും കൂടുതൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് സർവീസ് ആനുകൂല്യം അഥവാ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. നമ്മൾ ജോലി നിർത്തി പോകുമ്പോൾ ലഭിക്കേണ്ട ഈ തുക കണക്കാക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അടിസ്ഥാന ശമ്പളവും താമസ സൗകര്യത്തിനുള്ള അലവൻസും ചേർത്ത തുകയാണ് ഇതിനായി പരിഗണിക്കുന്നത്. ആദ്യത്തെ 5 വർഷം വരെയുള്ള ഓരോ വർഷത്തിനും അരമാസത്തെ ശമ്പളം വീതവും 5 വർഷത്തിന് ശേഷമുള്ള ഓരോ വർഷത്തിനും ഓരോ മാസത്തെ പൂർണ്ണ ശമ്പളം വീതവുമാണ് നിയമപ്രകാരം ലഭിക്കുക. എന്നാൽ സ്വന്തമായി രാജിവെച്ച് പോവുകയാണെങ്കിൽ സേവന കാലയളവ് അനുസരിച്ച് ഈ തുകയിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. 10 വർഷം തികച്ച ഒരാൾക്ക് മാത്രമേ രാജിവെച്ചാലും പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർക്കണം. മറ്റൊരു പ്രധാന മാറ്റം തൊഴിൽ കരാറുകൾ ഡിജിറ്റലായി മാറിയതാണ്. ഇന്ന് പേപ്പറിൽ ഒപ്പിടുന്ന കരാറുകളെക്കാൾ പ്രാധാന്യം ഖിവ പോർട്ടൽ വഴി നടത്തുന്ന കരാറുകൾക്കാണ്. നമ്മുടെ ശമ്പളം, ലീവ്, ജോലി സമയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പോർട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കമ്പനി അയച്ചു തരുന്ന കരാർ കൃത്യമായി വായിച്ചു നോക്കാതെ സ്വീകരിക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യും. എന്തെങ്കിലും തർക്കമുണ്ടായാൽ ലേബർ ഓഫീസ് ഈ ഡിജിറ്റൽ കരാർ മാത്രമാണ് തെളിവായി സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാസിയും സ്വന്തം ഖിവ അക്കൗണ്ട് പരിശോധിക്കാനും അതിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കണം. തൊഴിൽ നിയമങ്ങൾ പ്രവാസികൾക്ക് നൽകുന്ന സുരക്ഷയെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒരു തൊഴിലുടമയും തൊഴിലാളിയുടെ പാസ്പോർട്ട് ബലമായി വാങ്ങിവെക്കാൻ പാടില്ല എന്നത് കർശനമായ നിയമമാണ്. അതുപോലെ തുടർച്ചയായി 3 മാസം ശമ്പളം മുടങ്ങുകയാണെങ്കിൽ നിലവിലെ സ്പോൺസറുടെ അനുവാദമില്ലാതെ തന്നെ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഇത്തരം നിയമപരമായ അറിവുകൾ പ്രവാസികൾക്ക് ആത്മവിശ്വാസം നൽകുക മാത്രമല്ല, ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കും.